കാട്ടാനകളുടെ ശല്യം വർദ്ധിക്കുമ്പോഴും വയനാട് വന്യജീവി സങ്കേതത്തിലെ 2 ഇടങ്ങളിൽ റേഞ്ചർമാരില്ലാതായിട്ട് 2 മാസമായി. എലിഫന്റ് സ്ക്വാഡ് ആൻഡ് RRT റേഞ്ചിലും സുൽത്താൻ ബത്തേരി റേഞ്ചിലുമാണ് റേഞ്ചർമാർ ഇല്ലാത്തത്. ഇവിടെ കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യം നേരിടുന്ന റേഞ്ചാണ് വയനാട് വന്യജീവി സങ്കേതത്തിലെ സുൽത്താൻ ബത്തേരി റേഞ്ച്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടങ്ങളിൽ വേഗത്തിലെത്തി സേവനം നൽകേണ്ട വിഭാഗമാണ് എലിഫന്റ് സ്ക്വാഡ് ആൻഡ് RRTയും. എന്നാൽ ഈ 2 സ്ഥലങ്ങളിലും റേഞ്ച് ഓഫീസർമാരില്ല. 2 മാസമായി നാഥനില്ലാതെയാണ് ഈ 2 കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി കുറിച്യാട് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡനാണ് സുൽത്താൻ ബത്തേരി റേഞ്ചിലെ ചുമതല. RRT റേഞ്ചർ ഫെബ്രുവരി അവസാനം മേപ്പാടി റേഞ്ചിലേക്ക് സ്ഥലം മാറിയതോടെ ഇതിന്റെ ചുമതല മുത്തങ്ങ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡനുമാണ്. ഇവർക്ക് സ്വന്തം റേഞ്ചുകളിലെ ഭാരിച്ചുത്തരവാദിത്വം നിലനിൽക്കുമ്പോഴാണ് മറ്റു റേഞ്ചുകളുടെ ചുമതലകൾ കൂടി 2 മാസമായി നൽകിയിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി റേഞ്ചിൽ റേഞ്ച് ഓഫീസർ ഇല്ലാതെ ആയിട്ട് ഇപ്പോൾ ഏകദേശം 3 മാസത്തിലധികമായി. അതുപോലെ തന്നെ ഈ വന്യമൃഗശല്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന RRT സംഘത്തിൽ അവിടെ റേഞ്ചറിലായിട്ട് 2 മാസമായി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെയധികം ഈ വന്യമൃഗശല്യത്തിനെതിരായിട്ടുള്ള ഈ കാര്യങ്ങളിൽ വളരെയധികം പ്രയാസം അനുഭവിക്കുകയാണ്. അടിയന്തരമായിട്ട് ഈ RRTയിലും അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി റേഞ്ച് ഓഫീസിലും റേഞ്ചർമാരെ നിയമിക്കണമെന്നാണ് ആവശ്യപ്പെടാനായിട്ടുള്ളത്. കാടിറങ്ങുന്ന കാട്ടാനകളെ കാടുകയറ്റാൻ കുങ്കിയാനകളെ കൊണ്ടുപോകാനും പ്രവർത്തനം ഏകോപിപ്പിക്കാനും റേഞ്ചർ അത്യാവശ്യമാണ്. ഈ ചുമതല കൂടി മുത്തങ്ങ റേഞ്ചർ വഹിക്കണം. നിരന്തരമായി വന്യമൃഗശല്യം നേരിടുന്ന വയനാട്ടിലെ 2 റേഞ്ചുകളിൽ റേഞ്ചർമാരില്ലാതായി 2 മാസമായിട്ടും പകരം ആളെ നിയമിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കേരള വിഷൻ ന്യൂസ്, വയനാട്.